സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് ആരാണ്? ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിക്ക് രാഷ്ട്രപിതാവ് എന്ന വിശേഷണം നൽകിയത്. ഇന്ത്യയിൽ ഭരണഘടനയിൽ 1950 ജനുവരി 24 എന്ന തീയതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന തീയതി 1950 ജനുവരി 24. ഓപ്ഷൻസ് വായിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്. 1950 ജനുവരി 24 ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? തെറ്റായത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ് 1947 ജൂലൈ 22. 1947 ജൂലൈ 22. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചതും ദേശീയ ഗീതത്തെ അംഗീകരിച്ചതും അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം നടന്നതും എന്നാണ് 1950 ജനുവരി 24. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ പെൻസിലിൽ ഉപയോഗിക്കുന്നത് എന്താണ്? പെൻസിലിൽ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത്. ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് തൊണ്ടയെയാണ്. തൊണ്ട. അടുത്ത ചോദ്യം, നവംബർ 26 പ്രാധാന്യം ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? നവംബർ 26 തന്നിരിക്കുന്നത് ദേശീയ നിയമ ദിനം, ദേശീയ ഭരണഘടനാ ദിനം, ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം, പൗരദിനം എന്നിവയാണ്. അപ്പം നവംബർ 24 പ്രാധാന്യം ഏതൊക്കെയാണ്? നവംബർ 24 ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2 എന്നിവയാണ്. ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 ശരിയാണ്. ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 ശരിയാണ്. മരണം വരെയും കർമ്മനിരതൻ, ഡ്യൂട്ടി അൺടു ഡെത്ത് എന്നത് ചുവടെ പറയുന്നവയിൽ ഏത് അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആപ്തവാക്യമാണ്? മരണം വരെയും കർമ്മനിരതൻ എന്നത് BSFന്റെ ആണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFന്റെ ആണ് മരണം വരെയും കർമ്മനിരതൻ എന്ന ആപ്തവാക്യം. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എത്രയാണ്? നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം 7 ആണ്. 7. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഇവയിൽ DNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? DNA-യിൽ കാണപ്പെടാത്തത് തന്നിരിക്കുന്നു. അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, യുറാസിൻ. DNA-യിൽ കാണപ്പെടാത്തത് ഏതാണ്? യുറാസിൻ ആണ്. യുറാസിൻ. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആര്? മാർത്താണ്ഡവർമ്മ നോവൽ. ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആരാണ്? CV രാമൻ പിള്ളയാണ്. ഓപ്ഷൻ ബി CV രാമൻ പിള്ള. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് IREL സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന കായിക താരങ്ങൾ അവർ പ്രാഗൽഭ്യം നേടിയ കായിക ഇനങ്ങൾ എന്നിവ ശരിയായിട്ട് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നു. സാക്ഷി മാലിക് ഗുസ്തി, PV സിന്ധു ബാഡ്മിൻ്റൺ,
അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ്, ലിയാണ്ടർ പേസ് ടെന്നീസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. A1, B2, C3, D4. സാക്ഷി മാലിക് ഗുസ്തി താരമാണ്, ശരിയാണ്. PV സിന്ധു ബാഡ്മിന്റൺ, ശരിയാണ്. അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ് ആണ്, ശരിയാണ്. ലിയാണ്ടർ പേസ് ടെന്നീസ്, ശരിയാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന കായിക താരങ്ങളിൽ ആരാണ് ജംബോ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്? ജംബോ എന്നറിയപ്പെട്ടിരുന്നത് അനിൽ കുംബ്ലെയാണ്. ഓപ്ഷൻ ഡി അനിൽ കുംബ്ലെ. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യത്തെ ജില്ല. ഇന്ത്യയിലെ ഭൂരഹിതരില്ലാത്ത ആദ്യ ജില്ല കണ്ണൂർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കണ്ണൂർ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഡെറാഡൂൺ ആണ്. ഡെറാഡൂൺ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC നിലവിൽ വന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGCയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3. 3 പ്രസ്താവനകളും ശരിയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായത് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് UGC നിലവിൽ വന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന UGCയുടെ ആദ്യത്തെ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ ആണ്. ഇവ 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ദ ടണൽ ഓഫ് ടൈം ആരുടെ ആത്മകഥയാണ്? ദ ടണൽ ഓഫ് ടൈം എന്നത് ആരുടെ ആത്മകഥയാണ്? RK ലക്ഷ്മൺ. RK ലക്ഷ്മണിന്റെ ആത്മകഥയുടെ പേരാണ് ദ ടണൽ ഓഫ് ടൈം എന്നത്. ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ് വാൻഗാല ഫെസ്റ്റിവൽ? വാൻഗാല ഫെസ്റ്റിവൽ എന്നത് ഏത് സംസ്ഥാനത്തെ കൊയ്ത്തുത്സവമാണ്? മേഘാലയയിലെയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, മേഘാലയ. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല? ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ്. ചുവടെ പറയുന്ന കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ, അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? തന്നിരിക്കുന്നു. കുമരകം പക്ഷി സങ്കേതം കോട്ടയം, കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം, മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. ശരിയായത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3, 4. 4 ശരിയാണ്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. മംഗളവനം പക്ഷി സങ്കേതം എറണാകുളം, ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട്. 4 ശരിയാണ്. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹം ഏത്? സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഗ്രഹമാണ് ഭൂമി. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷമാണ്? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ആണ്. 1946. കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഭാഷ. താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടയാളാണ് PR ശ്രീജേഷ്? PR ശ്രീജേഷ് ഹോക്കിയാണ്. ഹോക്കി. ഓപ്ഷൻ ഡി ഹോക്കി. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പ നദി വേമ്പനാട്ടുകായലിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വേമ്പനാട്ടുകായൽ. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജങ്ങളായിട്ടാണ് പരിവർത്തനം ചെയ്യപ്പെടുന്നത്? പ്രകാശോർജവും താപോർജവുമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു. പ്രകാശോർജവും താപോർജവും. അലോഹ ധാതുവിന് ഉദാഹരണം ഏത്? അലോഹ ധാതു.
പെട്രോളിയം. ഓപ്ഷൻ സി പെട്രോളിയം. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ IT ആക്ട് നിലവിൽ വന്ന വർഷം? സൈബർ സുരക്ഷ. ഓപ്ഷൻ ഡി ആണ് 2000. കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായ വർഷം ഏതാണ്? കേരളത്തിൽ 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന വെള്ളപ്പൊക്കം ഉണ്ടായത് 1924. 1924. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? 1904 SNDPയുടെ ആദ്യത്തെ വാർഷിക യോഗം നടന്നത് അരുവിപ്പുറമാണ്. അരുവിപ്പുറം. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടി? പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പരിപാടിയാണ് ഫെയിം ഇന്ത്യ എന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഫെയിം ഇന്ത്യ. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹ്യൂമൻ കമ്പ്യൂട്ടർ ശകുന്തള ദേവിയാണ്. ശകുന്തള ദേവി. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം? പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സംക്ഷേപ വേദാർത്ഥം. സാരേ ജഹാം സേ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? സാരേ ജഹാം സേ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണ്. മുഹമ്മദ് ഇക്ബാൽ. കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി ആര്? കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി കല്ലേൽ പൊക്കുടൻ. ഓപ്ഷൻ ബി കല്ലേൽ പൊക്കുടൻ. ചുവടെ പറയുന്ന പദവികൾ വഹിക്കുന്ന വ്യക്തികൾ പ്രസ്തുത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എന്നിവയിൽ തെറ്റായത് ഏതാണ്? തെറ്റായത് തന്നിരിക്കുന്നു. പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ 35 വയസ്സ്, രാജ്യസഭാംഗം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ 30 വയസ്സ്, പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ലോകസഭാംഗം 25 വയസ്സ്, പഞ്ചായത്ത് അംഗം 18 വയസ്സ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ഡി. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിഗ്മി കമ്മിറ്റിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ഇപ്പോൾ ആചരിക്കുന്നത് ഏപ്രിൽ 24 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 പ്രസ്താവനകളും ശരിയാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്തത് LM സിഗ്മി കമ്മിറ്റിയാണ്. ശരിയാണ്. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ശരിയാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 24 ശരിയാണ്. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, സമയത്തിന്റെ SI യൂണിറ്റ്. സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡ്. താഴെ പറയുന്നവയിൽ ഏതിന്റെ ആസ്ഥാനമാണ് തൃശ്ശൂർ അല്ലാത്തത്? തന്നിരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി, കേരള പ്രസ് അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിത കലാ അക്കാദമി. ഇവയിൽ ഏതിന്റെ ആസ്ഥാനമാണ് തൃശ്ശൂർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേരള പ്രസ് അക്കാദമിയാണ് തൃശ്ശൂർ അല്ലാത്തത്. കേരള പ്രസ് അക്കാദമി കൊച്ചിയിലാണ് വരുന്നത്. ഇനി കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിത കലാ അക്കാദമി എന്നിവയുടെ എല്ലാ ആസ്ഥാനം തൃശ്ശൂരാണ്.
രക്തസാക്ഷി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? രക്തസാക്ഷി ദിനം ജനുവരി 30 ആണ്. ജനുവരി 30. മലയാളത്തിലെ ആദ്യത്തെ ചരിത്രാഖ്യായിക മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഡൽഹൌസി പ്രഭു. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്? കൊട്ടാരങ്ങളുടെ നഗരം കൊൽക്കത്തയാണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത. ഇന്ത്യൻ ഭരണഘടന കൂട്ടുത്തരവാദിത്തം എന്ന ആശയം എവിടെ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? കൂട്ടുത്തരവാദിത്തം എന്ന ആശയം ഇന്ത്യൻ ഭരണ സ്വീകരിച്ചിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബ്രിട്ടൻ. മലയാളം ഏതു ഭാഷാ ഗോത്രത്തിൽ പെടുന്നു? മലയാളം ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ പെടുന്നു. ദ്രാവിഡ ഭാഷ. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്ന ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ ആണ്. സർവേ ഓഫ് ഇന്ത്യ. ഏത് ലോഹത്തിന്റെ അയിരാണ് സിന്നബാർ ഏത് ലോഹത്തിന്റെ അയിരാണ്? മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. സിറോസിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? ഓപ്ഷൻ ഡി ആണ്. കരളിനെയാണ് സിറോസിസ് ബാധിക്കുന്നത്. ലിവർ സിറോസിസ് ബാധിക്കുന്നത് കരൾ. ഓപ്ഷൻ ഡി കരൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.